അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോക്ക് വ്യൂസൊക്കെ കുറച്ച് കുറവേനും, അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോയിട്ടുള്ള തിരക്കിലൊക്കെ ആവൂലേ. അപ്പോൾ എന്നാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ചില കൂട്ടുകാരൊക്കെ മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ രാവിലെ കിച്ചണിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. ദോശക്ക് മാവൊക്കെ രാത്രിയിൽ റെഡിയാക്കി വെച്ചതുകൊണ്ട് രാവിലെ ഈസി ആണല്ലോ അല്ലേ. ചായ ഉണ്ടാക്കി വേഗം ആ ഒരു അടുപ്പിൽ തന്നെ നമ്മൾ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കരണ്ടടുപ്പുമ്മലാണ് കേട്ടോ ചായയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗ്യാസ് കഴിഞ്ഞെന്നുള്ളത്. അപ്പോൾ ഗ്യാസ് കിട്ടിയിട്ടില്ല ഇനി. അപ്പോൾ രാവിലെ ദോശ ഇതുമ്പോൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അടുപ്പ് കത്തിക്കാൻ ചില സമയത്തൊരു മടിയാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്ന ഈ ഒരു സ്ക്വയർ തവ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്ന ഒരു തവയാണ് കേട്ടോ. നല്ല തവയാണിത്. നമുക്ക് ഗ്യാസുമ്മലാണെങ്കിലും കരണ്ടടുപ്പുമ്മലാണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ചൂട് ആയിക്കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം തീ ആയിക്കഴിഞ്ഞാൽ അപ്പൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ 800-ലാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ മാക്സിമം സ്പീഡ് 2000 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്വയർ തവ അവർ മറന്നിട്ടാണോ എന്താണെന്നറിയില്ല, ഇതേപോലുള്ളൊരു തവ കൂടെ അതിൽ വന്നിട്ടുണ്ട്. അതേപോലെ വേറൊരു പാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യണം. പിന്നെ ദോശയ്ക്ക് നമ്മൾ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഉണ്ട്. പിന്നെ ദോശയൊക്കെ 2 വിധമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ക്യാരമൽ ദോശ ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ റിച്ചുമോനും ഐഫക്കുട്ടിക്കും ക്യാരമൽ ദോശ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും അങ്ങനെ ഉണ്ടാക്കി. ഞങ്ങൾക്കൊക്കെ സാധാ ദോശ ഉണ്ടാക്കി കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ മക്കളെന്നും വീഡിയോയിൽ കാണിക്കായിട്ടാണ് കേട്ടോ. മക്കളൊക്കെ ഇവിടെ എൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ പിന്നെ നിക്കറും ബനിയനും അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റി വരി എന്നൊക്കെ പറയാൻ മടിച്ചിട്ട് ഞാൻ ഓരോ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റുമുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഓരോ സൗണ്ടൊക്കെ. കലപ്പിൽ അങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ രാവിലെ അതേപോലെ കലപ്പില കൂടാനുണ്ടാവുള്ളൂ എല്ലാവരും ഒരുമിച്ച്. ഇനിയിപ്പോൾ സ്കൂളും മദ്രസൊക്കെ തുറക്കല്ലേ. ഇവിടെ ശനിയാഴ്ച തുറക്കും കേട്ടോ മദ്രസ്. സ്കൂൾ പിന്നെ തിങ്കളാഴ്ച തുറക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ചിനുള്ളതും റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ആ വെള്ളമൊക്കെ തിളക്കുന്ന സമയമാകുമ്പോഴത്തേന് വേഗം പാത്രങ്ങളൊക്കെ കഴുകാമല്ലോ. പിന്നെ ആകെ അടിച്ചു വാരലും തുടക്കലൊന്നും ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾ ചെയ്യും. പിന്നെ ചില കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കമൻറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അറിയാം സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ചില കൂട്ടുകാരൊന്നും കമൻറ്റ് ഇടാതെ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റിക്കറെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതേപോലെ ഡെയിലി വീഡിയോ ഇടാനുള്ള നല്ലൊരു മോട്ടിവേഷനും കൂടിയാണ് നിങ്ങളെ കമൻറ്റ്. ചില ആൾക്കാരെ കമൻറ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖത്ത് നോക്കി സംസാരിക്കണ പോലെ തോന്നും. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല ബിസിയാണ് ടൈമിലേക്കാരം പിന്നെ കമൻറ്റിന് റിപ്ലൈ തരാനൊക്കെ വൈകുന്നത്. എന്തായാലും ഞങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരും. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് പാത്രമൊക്കെ കഴുകി. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുന്നായിട്ട് പിന്നെ ഒരു കോളിഫ്ലവർ ഉണ്ടായിന് അവിടെ. അപ്പോൾ ചിഞ്ചുമോൾ അത് നന്നാക്കി തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഈ വെള്ളത്തിൽ നിൽക്കട്ടെ. ഇതിലെന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയിക്കോളും. പിന്നെ ഇതാ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ബാബു പോയിട്ട് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയിട്ടില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താണെന്നൊക്കെ പറയില്ല ലീക്ക് ബിരിയാണി. അതേപോലെയാണ് കേട്ടോ ഇവിടെ. ബാബു ഇവിടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അധിക ദിവസവും നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കലുണ്ട്. പണിയൊക്കെ ഉണ്ടാവുമ്പോൾ കേട്ടോ. പണി ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കി എടുക്കണം. പിന്നെ ചില ബീഫ് എത്ര വേവിച്ചാലും വെന്ത് കിട്ടൂല. അപ്പോൾ ബാബുവിനൊക്കെ ആണെങ്കിൽ നല്ലോണം വേവും വേണം. പിന്നെ നമ്മൾ അടുപ്പത്താണല്ലോ ബീഫൊക്കെ വെക്കുന്നത്. കുക്കറിലാവുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ട് ഒരു 5-8 വിസിലടിച്ച് കഴിഞ്ഞാൽ ബീഫൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. വിറകടുപ്പിലാവുമ്പോൾ കുറേ സമയം തീയൊക്കെ കത്തണ്ടേ. പിന്നെ മൂപ്പുള്ള ഇറച്ചിയാണെങ്കിൽ പറയും വേണ്ട.
അപ്പോൾ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ ഈ ചിരവൻ്റെ ഇടയിൽ കത്തി വെച്ചിട്ട് അതിൻ്റെ ആ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കും. അവിടെ വെച്ചിട്ടാണ് കേട്ടോ ബീഫ് ഇതേപോലെ മുറിച്ചെടുക്കൽ. പിന്നെ ബീഫിക്ക് ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിരുമ്മി കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോയിക്കോളും. പിന്നെ നമുക്കൊക്കെ ഇതേപോലെ നമ്മളിഷ്ടം പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വെള്ളമൊക്കെ ഉണ്ടായിട്ടല്ലേ. വെള്ളമില്ലാത്ത ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉണ്ട് വെള്ളമൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരും നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മളോട് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ സങ്കടമാണ്. ഒരു ടാങ്ക് വെള്ളത്തിനൊക്കെ എത്രയോ പൈസയൊക്കെ പറയണ കേൾക്കുക അവരൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വെള്ളം അധികം ചിലവാക്കാൻ പാടില്ല. വെള്ളം അമിതമായിട്ട് ചിലവഴിക്കുന്ന ആൾക്കാർ ശൈത്താൻ്റെ കൂട്ടുകാരാണെന്നാണല്ലോ അല്ലേ പറയാം. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ പിന്നെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും വെറുതെ വേസ്റ്റാക്കി കളയരുത്. എല്ലാത്തിനും ഒരു എന്താ പറയുക ലിമിറ്റ് വെക്കണം. അപ്പോൾ ബീഫൊക്കെ ഞാൻ കഴുകി വെച്ച് അതിൽ ആ വെള്ളമൊക്കെ ചോറിന ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള സവാളയും തക്കാളിയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനി. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ബീഫ് കഴുകിയതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. അതേപോലെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് 2 പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബീഫ് വെക്കണ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഒന്നും വെക്കണത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കൊന്നും ചെയ്യാഞ്ഞത്, സ്പീഡിൽ പറഞ്ഞു പോയത് കേട്ടോ. പിന്നെ ചോറൊക്കെ ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറ് വന്നിട്ട് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചതേനി. അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ വേഗം വന്നിട്ട് ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കൊന്ന് മിക്സ്ഡ് ഉപ്പേരിയാണ് കേട്ടോ. നമുക്ക് പയറുണ്ട് കുറച്ച്, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം കാബേജും ക്യാരറ്റും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ളൊരു പിന്നെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കോളിഫ്ലവർ ഞാൻ ആ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് കഴുകിയിട്ട് പിന്നെ അതിക്കും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കറിക്കും ഉപ്പേരിക്കൊക്കെ ഉള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് മോര് കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മോര് കറി തന്നെയാണ്. പേരുള്ളൂ കേട്ടോ മോരുകറി. മോരില്ലാത്ത മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കുറച്ച് പുളിവെള്ളം ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് അടുപ്പ് കത്തിച്ചാണ്ട് ആ ഒരു അടുപ്പത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിളച്ചൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് അതിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് ഉപ്പേരിക്കുള്ളത് മാറ്റി വെച്ചേക്കണ്. ബാക്കിയുള്ള തേങ്ങയ്ക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ വലിയൊരു സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി കേട്ടോ. അങ്ങനെ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ജാറിൽ ഉപ്പേരിക്കുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി ആ ജാറിൽ തന്നെ നമുക്ക് കറിക്കുള്ള അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരുപാട് അരിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ ചേർത്ത പോലെ വലിയൊരു സ്പൂണ് അരിപ്പൊടി ചേർത്താൽ മതി. ഒരുപാട് അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ല കുറുകിയിട്ടേ കാരം. അപ്പോൾ നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പം വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒക്കെ പാകത്തിനാവുമ്പോഴല്ലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുളിവെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ആ അരപ്പയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനി. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തിളച്ച് വരുമ്പോൾ കറി കുറുകി വരും. അപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇനി കടുക് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതാ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ, കറിക്ക് മഞ്ഞൾ കുറവായപ്പോൾ. പിന്നെ ഈ ഒരു മോര് കറി ബീഫ് വരട്ടിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഒരു ചട്ടി തന്നെ ഞാൻ ഒന്ന് കഴുകിയിട്ട് ആ ഒരു ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഉപ്പേരി അവിടെ കടന്നിട്ട് വേവട്ടെ. അടച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, തുറന്ന് വെച്ചേക്കാണ്. പിന്നെ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ബീഫ് നോക്കിയപ്പം ബീഫും വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ വെള്ളമൊക്കെ വറ്റി വന്നീനി, അപ്പോൾ ശരിക്കും വെന്തിട്ടില്ലേനി. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. ബീഫൊക്കെ അങ്ങനെ വേവിച്ചെടുക്കുമ്പം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബീഫൊക്കെ കല്ലക്കും, അപ്പോൾ ശരിക്കും വെന്ത് വരില്ല.
അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇനി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ അയൺ കാസ്റ്റേൻ്റെ ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും അതേക്ക് ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച ആ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. പിന്നെ ഗരം മസാല ചേർക്കണവരാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ കനലിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ കനലുമ്മ കടന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ, നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ തീയൊന്നുമില്ലല്ലോ, അപ്പോൾ ആ അടുപ്പത്ത് തന്നെ അതവിടെ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഉപ്പേരിയൊക്കെ വന്നപ്പോൾ പിന്നെ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാവം കുട്ടികളൊക്കെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാകുന്ന സമയത്താണ് കേട്ടോ ഇതേപോലെ ഉപ്പേരിയും കറിയും പിന്നെ ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മീൻ ഉണ്ടെങ്കിൽ മീൻ പപ്പടമൊക്കെ പൊരിച്ചൊക്കെ ഒരുപാട് കൂട്ടാനൊക്കെ ഉണ്ടാക്കൽ. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ അതേപോലെ കുറച്ച് ഉപ്പും പുളിങ്ങി ഇട്ടിട്ട് തിരുമ്മി കുഴച്ചാണ്ട് അങ്ങനെ ചോറ് കഴിക്കും ഞാൻ. എനിക്ക് ചോറ് കഴിക്കാൻ അതൊക്കെ മതി കേട്ടോ. പിന്നെ കുട്ടികളും പാവമൊക്കെ ഉണ്ടാകുമ്പം എപ്പോഴൊന്നും എല്ലാവരും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എനിക്ക് അറിയില്ല, ഉള്ളത് വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ കുറേ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നോക്കലുണ്ട്. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ചട്ടിക്ക് തന്നെ നമ്മൾ കോളിഫ്ലവർ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ മസാല നല്ലോണമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മസാല കുറവുണ്ട്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ മതി. അത് 4 മണി ചായക്ക് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ചോറിൻ്റെ കൂടെ അങ്ങനെ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് അങ്ങനെ വെറുതെ കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഗ്യാസ് ഏതായാലും നിറച്ച് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ വൈകുന്നേരം ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് വരാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ തീ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പം തന്നെ അങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുള്ളൂ കേട്ടോ. ഇതാ ചൂടോട് കൂടി കഴിക്കുമ്പോഴുള്ളൂ ആ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ചൂടാറി കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാനിത് ഇപ്പം തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ബീഫ് വരട്ടിയെടുത്താൽ കുറേ സമയം ഇതേപോലെ അടുപ്പത്ത് ഇങ്ങനെ കനലുമ്മ കടന്നിട്ട് ഇങ്ങനെ നെരിഞ്ഞിങ്ങനെ കിടക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് കാരട്ട് ഇത് കഴിക്കാൻ. ഞാൻ പറയണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തീ കത്തിച്ചാണ്ട് അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കരുത്. തീ നല്ലോണം കത്തി പകുതി വേവായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കനലിൽ കടന്നിട്ട് അങ്ങനെ വേവണം. അപ്പോഴാണ് ആ ഒരു കുക്ക് ചെയ്യുന്ന സാധനം നല്ല ടേസ്റ്റ് കിട്ടുക. അതിനിപ്പോൾ ബീഫാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. മീനൊക്കെ ആണെങ്കിലും അങ്ങനെ നെരിഞ്ഞിങ്ങനെ കുറേ സമയം ചട്ടിയിൽ കടന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കാരം കഴിക്കാൻ. അപ്പോൾ നമ്മളെ ചോറിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വരട്ടിയതും അതേപോലെ ഉപ്പേരിയും പപ്പടം പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കോളിഫ്ലവറൊക്കെ പൊരിച്ച് അതും റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കഴിക്കാൻ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി കഴുകാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മോരില്ലാത്ത മോര് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മിക്സ്ഡ് ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തലക്കൽ. ഇനി ഇതാ ബീഫ് ഫ്രൈ ചെയ്തത് ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. പിന്നെ അതേപോലെ ഒരു പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുണ്ടല്ലോ അതും കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടെ കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതേപോലെ ഈ മോരില്ലാത്ത മോര് കറിയും ബീഫ് വരട്ടിയതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ചോറ് കഴിക്കാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൊണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ ഇടാണ്ടേനും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ ഗ്യാസും വണ്ടി വന്നിട്ടുണ്ട്. വൈകുന്നേരമാണ് കേട്ടോ ഗ്യാസും വണ്ടി വന്നത്. ഗ്യാസ് നമ്മളത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ 2ാം കുറ്റിയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരു കുറ്റി തന്നെ ഉള്ളൂ നമുക്ക്. ഒരു കുറ്റിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗ്യാസ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയിട്ട് നിറക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വരാൻ നിൽക്കൊന്നും വേണ്ട, അവിടെ പോയിട്ട് നമുക്ക് നിറച്ച് പോരാം. ഞാൻ പിന്നെ വിറകടുപ്പിൽ കുക്ക് ചെയ്യണത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ കൊണ്ടുപോയി നിറക്കാതെ നിന്നതാണ് കേട്ടോ. വണ്ടി വന്നിട്ട് തന്നെ നിറക്കാമെന്ന് വിചാരിച്ചിട്ട്. ചില ആൾക്കാർക്ക് ഈ വിറകടുപ്പിൽ കുക്ക് ചെയ്യണത് ഭയങ്കര മടിയേക്കാരല്ലേ. ചില ആൾക്കാർക്കാണെങ്കിലോ വിറകടുപ്പിൽ കുക്ക് ചെയ്യണത് നല്ല ഇഷ്ടമായിക്കാരം. കയ്യുമ്മ കരിയൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നമ്മൾ തേച്ച് കഴുകേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ കയ്യിന് ഓറിടുകയാണെന്നുണ്ടെങ്കിൽ കയ്യുമ്മ ഒരു വൃത്തിയോടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ
വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കിഷ്ടമാണ് കേട്ടോ വിറകടുപ്പിൽ കുക്ക് ചെയ്യണത്. പിന്നെ വിറക് നല്ലോണം വേണം. വിറക് ഇങ്ങനെ ഊതി കത്തിച്ച് നിൽക്കാനൊന്നും ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്ക് വിറകടുപ്പിനോടുള്ള പൂതി തീരും ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്യാസും വണ്ടിയൊക്കെ വന്ന് പോയി. പിന്നെ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഉപ്പച്ചി മക്കളും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊടിക്കൂടെ ഒക്കെ ഒന്ന് നടന്ന് നോക്കിയതാണ്. അപ്പോൾ ദാ നമ്മളെ മുളക് ചെടിമേൽ ഇഷ്ടംപോലെ പഴുത്ത മുളകുണ്ട്. അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പഴുത്ത മുളക് ഉണക്കിയിട്ട് നമ്മൾ വറ്റൽ മുളകിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുമല്ലോ, അങ്ങനെ ഉപയോഗിക്കലാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഉണക്കിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കും. എന്നിട്ട് പിന്നെ ചെറിയൊരു ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാധാ മുളക് പൊടി ഇടുമല്ലോ, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല എരിവുണ്ടാവും. ഇതിന് കളർ ഉണ്ടാവില്ല കേട്ടോ, കളർ കുറവേക്കാരം. പിന്നെ ഈ മുളക് ചെടിക്ക് നിങ്ങൾ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കലുണ്ട് എത്താന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. ഞാൻ അതിന് ഒരു വളം ഇട്ട് കൊടുക്കലില്ല കേട്ടോ. നമ്മളെ പിന്നെ കിച്ചൻ്റെ താഴെ ഉണ്ടല്ലോ, താഴെ ഉള്ള മുളകും തൈയിനൊക്കെ ഞാൻ ഉള്ളിൻ്റെ തൊലിയും അങ്ങനെ പച്ചക്കറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. ഇവിടേക്ക് പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് മേലേക്ക് കയറി വരണ്ടേ. അപ്പോൾ അതിന് മടിച്ചിട്ട് ഇതിനൊന്നും ഇട്ട് കൊടുക്കലില്ല. എന്നാലും അത്യാവശ്യം നല്ലോണം മുളക് ഉണ്ടാവലുണ്ട് ഇതുമ്മൽ. ഇതിവിടെ പതിവാണ് കേട്ടോ. ബാബു ഇവിടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ക്രിക്കറ്റ് കളിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഷട്ടിലോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. പിന്നെ റിച്ച് മോൻ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുത്തിർന്നിട്ട് കാര്യം ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കരച്ചിലും വീഴ്ചയിലൊക്കെ കേൾക്കാം. ഇപ്പം നല്ല കളിയിലാണ് ഇപ്പോൾ മക്കളും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ